സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫാർമക് സീരിയല് ബി-ഫാം, അതായത് ബി-ഫാം യൂണിവേഴ്സിറ്റി എക്സാംസിന് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മോയ്സ്ചറൈസേഴ്സ് ആൻഡ് ഹൈഡ്രേറ്റ്സ് ഡ്രൈ സ്കിൻ. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റും സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. കോൾഡ് ക്രീം എന്ന് പറയുന്നത് വാട്ടർ ഇൻ ഓയിൽ ഇമൽഷൻ ആണ്. എന്താണ്? വാട്ടർ ഇൻ ഓയിൽ ഇമൽഷൻ ആണ്. പെർഫ്യൂം ആഡ് ചെയ്യുക, അതായത് ഈ ഒരു ഇമൽഷൻ ഒരു 40 ഡിഗ്രി സെൽഷ്യസിലോട്ട് കൂൾ ആവുമ്പോൾ. ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫാർമക് സീരിയല് ബി-ഫാം, അതായത് ബി-ഫാം യൂണിവേഴ്സിറ്റി എക്സാംസിന് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൾഡ് ക്രീം. അതായത് കോൾഡ് ക്രീമിന്റെ പ്രിപ്പറേഷൻ ഒക്കെയാണ് മെയിൻലി നമ്മളൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു കാണുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് എന്താണ് കോൾഡ് ക്രീം, എങ്ങനെയാണ് ഈ കോൾഡ് ക്രീമിന്റെ പ്രിപ്പറേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്, എന്താണ് കോൾഡ് ക്രീം? കണ്ടോ, കോൾഡ് ക്രീം എന്താണ്? കോൾഡ് ക്രീം എന്ന് പറയുന്നത് വാട്ടർ ഇൻ ഓയിൽ ഇമൽഷൻ ആണ്. എന്താണ്? വാട്ടർ ഇൻ ഓയിൽ ഇമൽഷൻ ആണ്. അതായത് ഇവിടെ ഓയിൽ ആണ് കണ്ടിന്യൂസ് ഫേസ്, വാട്ടർ ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. നമ്മൾ ഇമൽഷനിൽ പഠിച്ചിട്ടുള്ളതാണ് കണ്ടിന്യൂസ് ഫേസും ഡിസ്പേഴ്സ്ഡ് ഫേസും. അപ്പൊ നമ്മുടെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ടർ ഇൻ ഓയിൽ ആണ്. അപ്പൊ ഓയിൽ ആണ് എന്തെന്ന് പറയുന്നത്? കണ്ടിന്യൂസ് ഫേസ്. വാട്ടർ ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് അല്ലെ? അപ്പൊ ഈ ഒരു കോൾഡ് ക്രീം, എന്തുകൊണ്ടാണ് ഇതിനെ കോൾഡ് ക്രീം എന്ന് വിളിക്കുന്നത്? നമ്മൾ ഈ ഒരു ക്രീം സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിനകത്തുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്താണ്? വാട്ടർ ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഈ വാട്ടർ എന്ത് ചെയ്യുന്നു? ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു. ആ ഒരു ഇവാപറേഷൻ എന്ത് കൊണ്ടുവരുന്നു? ഒരു കൂളിംഗ് എഫക്റ്റ് കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഇതിനെ കോൾഡ് ക്രീം എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു കൂളിംഗ് എഫക്റ്റ് എന്തുകൊണ്ടാണ് വരുന്നത്? ഈ ഒരു നമ്മുടെ വാട്ടർ ഇതിനകത്തുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ ഈ ഒരു കൂളിംഗ് സെൻസേഷൻ കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? കോൾഡ് ക്രീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ കോൾഡ് ക്രീമിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്? കോൾഡ് ക്രീം ഒരു ഇമോളിയന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്തായിട്ടാണ്? ഇമോളിയന്റ്. എന്തുകൊണ്ടാണ് ഇമോളിയന്റ് എന്ന് പറയുന്നത്? നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റിനും സ്മൂത്തിനും ചെയ്യുന്നത് കൊണ്ടാണ് ഇമോളിയന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോൾഡ് ക്രീം എപ്പോഴും നോൺ ഒക്ലൂസീവ് ആയിരിക്കണം. എന്താണ് നോൺ ഒക്ലൂസീവ് എന്ന് പറയുമ്പോൾ? നമ്മുടെ സ്കിന്നിലുള്ള പോർസിനെ ഒന്നും ബ്ലോക്ക് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? നോൺ ഒക്ലൂസീവ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻലി എന്തിനാ നമ്മൾ കോൾഡ് ക്രീം യൂസ് ചെയ്യുന്നത്? സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും സൂത്തൻ ചെയ്യാനുമാണ് നമ്മൾ കോൾഡ് ക്രീം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു കോൾഡ് ക്രീമിന്റെ ബെനിഫിറ്റ്സ് പറയുന്നത്? മോയ്സ്ചറൈസേഴ്സ് ആൻഡ് ഹൈഡ്രേറ്റ്സ് ഡ്രൈ സ്കിൻ. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റും സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ സൂത്തൻസ് ആൻഡ് കൂൾ ഇറിറ്റേറ്റഡ് സ്കിൻ, എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സൂത്തൻ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് എന്താണ് കൂൾ ചെയ്യാനും, അല്ലെ? നമ്മൾ പറഞ്ഞു ആ ഒരു ഇവാപറേഷൻ കാരണം ഒരു കൂളിംഗ് എഫക്റ്റ് കൊണ്ടുവരുന്നു. അപ്പൊ കൂൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡ്രൈനെസ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. കാരണം എന്താണ്? അവിടെ നമുക്കൊരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് തരുന്നത് കൊണ്ട്. അതുപോലെ ലീവ്സ് എ സ്മൂത്ത് നോൺ ഗ്രീസി ഫീൽ, അല്ലെ? ഒരു നോൺ ഗ്രീസി ഫീൽ ആണ് കോൾഡ് ക്രീം തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും. കാരണം നമ്മൾ പറഞ്ഞില്ലേ, ഡ്രൈ സ്കിന്നിലൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഹൈഡ്രേഷൻ തരും, സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നൊക്കെ. അപ്പൊ നമുക്ക് ഡ്രൈ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് നമുക്ക് ഈ ഒരു കോൾഡ് ക്രീം കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ മെയിൻലി ഓർത്തു വെക്കേണ്ട എന്താണ്? വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ ആണിത്. അതുപോലെ തന്നെ എന്താണ്? വാട്ടർ ഡ്രോപ്ലെറ്റ് ഓയിലിൽ ഡിസ്പേഴ്സ് ചെയ്യുവാണ് ചെയ്യുന്നത്. ആപ്ലിക്കേഷന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഈ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കൂളിംഗ് സെൻസേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫോർമുല നോക്കാം. ഒരു കോൾഡ് ക്രീം, അതായത് 100 grams ഓഫ് കോൾഡ് ക്രീം ഉണ്ടാക്കുന്ന ഒരു ഫോർമുല നോക്കാം. അപ്പൊ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ മെയിൻലി ഇതിൽ വേണ്ടത്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ പറയുന്നത് വൈറ്റ് ബീസ്വാക്സ് ആണ്. വൈറ്റ് ബീസ്വാക്സ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഒരു ഇമോളിയന്റ് ഇഫക്റ്റ് തരുന്നത് വൈറ്റ് ബീസ്വാക്സ് ആണ്. നമ്മുടെ ഈ ക്രീമിന്റെ ഒരു തിക്ക് ബേസ് കൊണ്ടുവരുന്നത് ഏതാണ്? വൈറ്റ് ബീസ്വാക്സ് ആണ്. അപ്പൊ എത്ര എടുക്കണം? നമ്മൾ ഒരു 100 gram ഉണ്ടാക്കണമെങ്കിൽ 20 gram ഓഫ് വൈറ്റ് ബീസ്വാക്സ് വേണം. നെക്സ്റ്റ് ഇസ് മിനറൽ ഓയിൽ. മിനറൽ ഓയിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? മിനറൽ ഓയിൽ വന്നിട്ട് ഒരു ലൂബ്രിക്കന്റ് ഇഫക്റ്റ് ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ എത്ര എടുക്കണം? നമ്മൾ ഒരു 50 gram ഓഫ് മിനറൽ ഓയിൽ ആണ് പറയുന്നത്. അപ്പൊ എന്താണ്? ഒരു ലൂബ്രിക്കേഷൻ ഇഫക്റ്റ് ആണ്, ഒരു ലൂബ്രിക്കന്റ് ആയിട്ടാണ് മിനറൽ ഓയിൽ ആക്ട് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്താണ്? ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു സോൾവെന്റ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ 28.8 gram ആണ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ ആ ഒരു ക്വാണ്ടിറ്റി പറയുന്നത്. നെക്സ്റ്റ് ബൊറാക്സ്. ബൊറാക്സ് എന്തായിട്ടാണ്? ഒരു pH ബഫർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോൾഡ് ക്രീമിന്റെ ഫോർമുലേഷനിൽ നമുക്ക് ഈ ബൊറാക്സ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ബീസ്വാക്സിലുള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ടല്ലോ, ആ ഒരു ഫാറ്റി ആസിഡ്സുമായിട്ട്
റിയാക്ട് ചെയ്തിട്ട് ഒരു സോഡിയം സോപ്പ് ഫോം ചെയ്യും. ഈ സോപ്പിന്റെ ഹെൽപ്പ് നമുക്കൊരു ഇമൾസിഫൈങ് ഏജന്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യാനുള്ള ഒരു ഇതും കാണിക്കുന്നുണ്ട്. ഏതാണ്? ബോറാക്സ് ആണ്. ബോറാക്സ് എന്താണ്? ഒരു എമൾസിഫൈങ് ഏജന്റ് ആയിട്ടും ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് പെർഫ്യൂം ആണ്. പെർഫ്യൂം വന്നിട്ട് നമുക്ക് 0.5 ഗ്രാം, നമ്മുടെ ആ ഒരു ക്രീമിന് ഒരു മണം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പെർഫ്യൂം ആഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു കോൾഡ് ക്രീം, 100 ഗ്രാം ഓഫ് കോൾഡ് ക്രീമിന്റെ ഫോർമുലേഷന് വേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ്? വൈറ്റ് ബീസ്വാക്സ് വേണം, മിനറൽ ഓയിൽ വേണം, ഡിസ്റ്റിൽഡ് വാട്ടർ വേണം, ബൊറാക്സ് വേണം, പെർഫ്യൂം വേണം. അപ്പൊ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് അറിഞ്ഞാലല്ലേ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു കോൾഡ് ക്രീമിന്റെ പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കോൾഡ് ക്രീം പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു, മെയിൻലി നമ്മൾ ഒരു പ്രിപ്പറേഷനിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? കോൾഡ് ക്രീം എന്ന് പറയുന്നത് വാട്ടർ ഇൻ ഓയിൽ ഇമൽഷൻ ആണ്. എന്താണ്? വാട്ടർ ഇൻ ഓയിൽ ഇമൽഷൻ ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ പറയുന്നത്? ഈ ബീസ്വാക്സിനെ ഒന്ന് മെൽറ്റ് ചെയ്യുക. അതായത് ബീസ്വാക്സിനെ കണ്ടോ, വാട്ടർ ബാത്തിനകത്ത് വെച്ചിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 70 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ അതിനെ മെൽറ്റ് ചെയ്യുവാണ്. ഡയറക്റ്റ് അല്ല, വാട്ടർ ബാത്ത് വെച്ചാണ് മെൽറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്യുക? നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഓയിൽ ഫേസ് പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ, ഓയിൽ ഫേസും വേണം, അതുപോലെ അക്വസ് ഫേസും വേണ്ടേ. അപ്പൊ ആദ്യം നമ്മൾ ഓയിൽ ഫേസ് പ്രിപ്പയർ ചെയ്യുവാണ്. ആദ്യം നമ്മൾ മിനറൽ ഓയിൽ, ഈ ഒരു മെൽറ്റഡ് ബീസ്വാക്സ്, നമ്മൾ ബീസ്വാക്സ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലോട്ട് എന്ത് ആഡ് ചെയ്യുവാണ്? മിനറൽ ഓയിൽ നമ്മൾ ആഡ് ചെയ്യുകയാണ്. കണ്ടോ, മിനറൽ ഓയിൽ നമ്മൾ ഈ ഒരു ബീസ്വാക്സിലോട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പൊ എന്തായി? നമുക്ക് മിക്സ്ചർ എ, ദാറ്റ് ഇസ് ഓയിൽ ഫേസ്. അപ്പൊ നമ്മുടെ എ മിക്സ്ചർ ഇവിടെ ആയിക്കഴിഞ്ഞു, ദാറ്റ് ഇസ് ഓയിൽ ഫേസ്. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? അക്വസ് ഫേസ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ ഹീറ്റ് ഡിസ്റ്റിൽഡ് വാട്ടർ, നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ പറഞ്ഞില്ലേ സോൾവെന്റ് ആയിട്ട് എടുക്കുന്ന ആ ഒരു വെഹിക്കിളിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു 70 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഹീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബൊറാക്സ് അല്ലെ, ബൊറാക്സ് നമ്മൾ ഇതിലോട്ട്, നമ്മൾ പറഞ്ഞു pH അഡ്ജസ്റ്റ് ചെയ്യണം, അതുപോലെ ഇമൾസിഫിക്കേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ബൊറാക്സ് നമ്മൾ ഡിസോൾവ് ചെയ്യുവാണ്. എന്നിട്ട് എന്തുണ്ടാക്കി? നമ്മൾ അക്വസ് ഫേസ് ഉണ്ടാക്കി. കണ്ടോ, അക്വസ് ഫേസ് എന്താണ്? നമ്മുടെ മിക്സ്ചർ ബി ആണ്. അപ്പൊ ഓയിൽ ഫേസ് ആണ് എ, അക്വസ് ഫേസ് ആണ് ബി. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഇമൾസിഫിക്കേഷൻ അല്ലേ, ഇതൊരു ഇമൾഷൻ അല്ലേ, അപ്പൊ നമുക്ക് ഇമൾസിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്താ നമ്മൾ പറഞ്ഞത്? വാട്ടർ ഇൻ ഓയിൽ അല്ലെ. അപ്പൊ എന്താ? വാട്ടർ ഇൻ ഓയിൽ. അപ്പൊ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഇസ് മിക്സ്ചർ ബി ആണ് നമ്മളെ വാട്ടർ അല്ലെ, അക്വസ് ഫേസ് എന്ന് പറഞ്ഞാൽ ബി ആണ്. ബീനെ നമ്മൾ എയിലോട്ട് ആഡ് ചെയ്യുന്നു, സ്ലോലി ഇൻറ്റു മിക്സ്ചർ എ. എന്ത് ചെയ്യണം? ഈ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ്ലി സ്റ്റിർ ചെയ്യുകയും വേണം അല്ലെ. അപ്പൊ നമ്മൾ ബി എ എന്ത് ചെയ്യുവാണ്? ബി എ നമ്മൾ എയിലോട്ട് ആഡ് ചെയ്യുവാണ് സ്ലോലി, അതുപോലെ നമ്മൾ കണ്ടിന്യൂസ്ലി സ്റ്റിർ ചെയ്യുകയും വേണം. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? നമുക്കൊരു സ്മൂത്ത് വാട്ടർ ഇൻ ഓയിൽ ഇമൽഷൻ ഉണ്ടായി ഇല്ലേ. അപ്പൊ നമ്മുടെ കോൾഡ് ക്രീം അവിടെ പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ പെർഫ്യൂം ആഡ് ചെയ്യുക. അതായത് ഈ ഒരു ഇമൽഷൻ ഒരു 40 ഡിഗ്രി സെൽഷ്യസിലോട്ട് കൂൾ ആവുമ്പോൾ നമുക്ക് നമ്മൾ മെഷർ ചെയ്ത് വെച്ചേക്കുന്ന ആ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് പെർഫ്യൂം നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനെ നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നു. കണ്ടോ, ഒരു 40 ഡിഗ്രി സെൽഷ്യസിലോട്ട് എത്തുമ്പോഴത്തേക്കാണ് നമ്മൾ ഒരു പെർഫ്യൂം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? നമ്മുടെ കോൾഡ് ക്രീം ഇമൽഷൻ ഇസ് റെഡി ടു യൂസ് നൗ അല്ലെ. അപ്പൊ മെയിൻലി ഓർത്ത് വെക്കേണ്ട എന്താണ്? വാട്ടർ ഇൻ ഓയിൽ ആണ്. സെപ്പറേറ്റ് നമ്മൾ എ ഉണ്ടാക്കുന്നു. എന്താണ്? നമ്മൾ ഈ ഒരു ഫ്ലോ ചാർട്ട് ഓർത്ത് വെച്ചാൽ മതി. അതായത് നമ്മൾ സെപ്പറേറ്റ് വാട്ടർ ഇൻ ഓയിൽ ഇമൽഷൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ഓയിലും ഉണ്ടാക്കണം, അതുപോലെ തന്നെ വാട്ടർ ഫേസും ഉണ്ടാക്കണം. അപ്പൊ ആദ്യം നമ്മൾ ബീസ്വാക്സ് എന്ത് ചെയ്തു? മെൽറ്റ് ചെയ്ത് വെച്ചു. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? മിനറൽ ഓയിൽ ആഡ് ചെയ്തു, മിക്സ്ചർ എ ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞ് മിക്സ്ചർ ബി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അക്വസ് ഫേസ് ആണ്. നമ്മൾ ബൊറാക്സ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് അക്വസ് ഫേസും ഉണ്ടാക്കി. ഇത് രണ്ടും നമ്മൾ സ്ലോലി മിക്സ് ചെയ്യുന്നു. എങ്ങനെയാ മിക്സ് ചെയ്യുന്നത്? നമ്മൾ എയിലോട്ടാണ് എന്ത് ആഡ് ചെയ്തത്? എയിലോട്ടാണ് നമ്മൾ ബി ആഡ് ചെയ്തത്. ദാറ്റ് ഇസ് ഓയിൽ ഫേസിലോട്ടാണ് നമ്മൾ ആ ഒരു അക്വസ് ഫേസ് ആഡ് ചെയ്തത്. എന്നിട്ട് നമ്മൾ അത് സ്റ്റിർ ചെയ്യുന്നു കണ്ടിന്യൂസ്ലി. എന്നിട്ട് എന്താണ്? നമ്മളൊരു എമൽഷൻ അവിടെ ഫോം ചെയ്തു. എന്നിട്ട് ഒരു 40 ഡിഗ്രി കൂൾ ആകുമ്പോഴത്തേക്ക് പെർഫ്യൂം ആഡ് ചെയ്തു. നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഇവിടെ പ്രിപ്പയർ ആയി കഴിഞ്ഞു. കണ്ടോ, സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് കോൾഡ് ക്രീമിന്റെ പ്രിപ്പറേഷൻ വരുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ഈ ഒരു കോൾഡ് ക്രീമിന്റെ പ്രിപ്പറേഷൻ പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്താണ്? ഇതൊരു വാട്ടർ ഇൻ ഓയിൽ ആണ്. ഓയിൽ ഫേസ് എന്താണ്? നമ്മുടെ കണ്ടിന്യൂസ് ഫേസ് ആണ്. അതുപോലെ വാട്ടർ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണെന്ന് പറയണം. എന്തുകൊണ്ട് ഈ ഒരു കോൾഡ് ക്രീം എന്നൊരു പേര് വന്നു? അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവാപറേറ്റ് ചെയ്ത് പോയിട്ട് ആ ഒരു ഇവാപറേഷൻ കാരണമാണ് ഒരു കൂളിംഗ് എഫക്ട് വരുന്നത്. എന്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു? ഇമോളിയന്റ് ആയിട്ട്, അതുപോലെ നോൺ ഒക്ലൂസീവ് ആയിരിക്കണം, നമുക്കൊരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഒരു സൂത്തനിങ് അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ഇഫക്ട് സ്കിന്നിൽ തരുന്നു.
പിന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ്, അതുപോലെ തന്നെ പ്രിപ്പറേഷനിൽ ഓർക്കേണ്ട എന്താണ്, രണ്ടും സെപ്പറേറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ബി, അതായത് ഓയിൽ ഫേസിലോട്ടാണ് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നത് അല്ലെ, വാട്ടർ ഇൻ ഓയിൽ ആണ്. അപ്പൊ നമ്മൾ വാട്ടർ ഓയിലിലോട്ട് സ്ലോലി ആഡ് ചെയ്യുന്നു. അതേ സമയത്ത് നമ്മൾ സൈമൾട്ടേനിയസ്ലി ഇത് സ്റ്റിർ ചെയ്യുകയും വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എമൽഷൻ ഫോം ചെയ്യുന്നു. അതൊരു 40 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ പെർഫ്യൂം ആഡ് ചെയ്യുന്നു. അങ്ങനെ അത് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കോൾഡ് ക്രീം അവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്, അതേപോലെ ഇമ്പോർട്ടന്റും ആണ്, മിക്ക എക്സാംസിനും ചോദിച്ച് കാണുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഈ ഒരു പ്രിപ്പറേഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാം. അപ്പൊ ഇന്ന് അത്രയേ ഉള്ളൂ. താങ്ക്